السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഖുർആനുമായി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ബന്ധമുണ്ടായിരിക്കണം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ശ്രദ്ധയുള്ളതാണ് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. നമുക്ക് ഈമാൻ കാര്യങ്ങളുണ്ട്, ഈമാൻ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ഈമാനു ബിൽ കുതുബ്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ച ഒരുപാട് പ്രത്യേകതകളുള്ള അള്ളാഹുവിൻ്റെ കിതാബാണ് ഖുർആൻ. മറ്റു വേദഗ്രന്ഥങ്ങളിനെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, മറ്റ് വേദഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇതൊക്കെ വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കിതാബുകളാണ്. പക്ഷേ അതിൽ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതുപോലെ നിലനിൽക്കുന്നില്ല. അതിൽ കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട് പുരോഹിതന്മാർ. എന്നാൽ വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അതിൽ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടത്തിയതുപോലെ ഖുർആനിൽ കൈകടത്തലുകൾ ഉണ്ടാകുവാൻ അല്ലാഹു അനുവദിച്ചില്ല. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആൻ അതിനെ നാമാണ് അവതരിപ്പിച്ചത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആനിലുള്ള ഒരു മഹത്തായ ഒരു പ്രത്യേകതയാണത്. മാത്രമല്ല, ഖുർആൻ അത് മുഹൈമിനാണ്. ഖുർആൻ മറ്റുള്ള വേദഗ്രന്ഥങ്ങൾക്ക് മേൽ വിധിക്കുന്നതാണ്. ഖുർആൻ അവതരിച്ചതോടുകൂടി മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ അതെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെടുത്തപ്പെട്ടു. ഖുർആൻ അതിന്റെ അവതരണത്തിന് ശേഷം മറ്റുള്ള വേദഗ്രന്ഥങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഇല്ല. അതൊക്കെ അള്ളാഹുവിന്റെ കലാം തന്നെയാണ്, അള്ളാഹുവിന്റെ കിതാബ് തന്നെയാണ്. അതുപോലെ നമ്മളത് വിശ്വസിക്കുന്നു. പക്ഷേ ഖുർആൻ അവതരിച്ചതിന് ശേഷം ആ വേദഗ്രന്ഥങ്ങൾ പിൻപറ്റാൻ, ആ വേദഗ്രന്ഥങ്ങൾ പഠിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? ഒരിക്കലുമല്ല. ഖുർആൻ അത് മതിയായതാണ്. അള്ളാഹു ഖുർആനിലൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച അള്ളാഹുവിന്റെ കിതാബ് അത് മതിയായതല്ലേ? ഖുർആൻ അത് മുഹൈമിനാൻ, മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ മേൽ വിധിക്കുന്നതാണ്. ഖുർആനിന്റെ അവതരണത്തിന് ശേഷം അതെല്ലാം ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുന്നിൽ ഖുർആനുണ്ട്, അത് അല്ലാഹു കൈകടത്തലുകളിൽ നിന്ന് സംരക്ഷിച്ച കിതാബാണ്. നമ്മുടെ ഹിദായത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മുടെ പരലോകത്തിന്റെ വിജയം അതിലാണുള്ളത്. അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അത് ഖുർആനിന്റെ വലിയ ഒരു പ്രത്യേകതയാണ്. ഖുർആൻ അദീമാണ്, ഖുർആൻ മഹത്വമുള്ളതാണ്. ഖുർആൻ അത് അദീമാണ്, ഖുർആനുൽ അദീം എന്ന് അല്ലാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനുൽ മജീദ്, ഖുർആനുൽ മജീദ് ശ്രേഷ്ഠതയുള്ളതാണ്.
ഖുർആനിലെ ഓരോ വാക്കും ഓരോ ഉദിയും അത് ശ്രേഷ്ഠമാണ്. അതിനോളം ശ്രേഷ്ഠമുള്ള മറ്റൊന്നുമില്ല. പിന്നെ വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ ഖുർആനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട്, ഖുർആൻ മുബാറക്കാണ്, ബറക്കത്തുള്ളതാണ്, അതിൽ ഒരുപാട് ബറക്കത്തുണ്ട്, അത് ശിഫയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള ശിഫയും അതുപോലെ തന്നെ റഹ്മത്തുമാണ് ഖുർആൻ. എന്നാൽ ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്കുള്ളിലുള്ളതിനുള്ള ശിഫയാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ അത് ഒരുപാട് മഹത്വങ്ങളുള്ള, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റവും മഹാനായ മലക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്തത്. അത് ഖുർആന്റെ പ്രത്യേകതയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അമീനാണ്, വിശ്വസ്തനാണ്, കരുത്തുറ്റ മലക്കാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ വഹി എത്തിച്ചു കൊടുക്കാനുള്ള മലക്കായി നിയോഗിച്ചത് ഖുർആന്റെ പ്രത്യേകതയാണ്. ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ആർക്ക് മേലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ്. ഖുർആനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അള്ളാഹു മറ്റ് പ്രവാചകന്മാർക്ക് ഖുർആൻ അവതരിപ്പിക്കാതെ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ തന്നെ ഏറ്റവും മഹോന്നതനായ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. ഖുർആനിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലാണ്. ശഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം. നോക്കൂ, അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസം ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ്. മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഖുർആനിന്റെ ശ്രേഷ്ഠതയാണ്. അതുപോലെ തന്നെ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച രാത്രി ഏറ്റവും ഖൈറായ രാത്രിയാണ്. ആ രാത്രിയോട് പകരം വെക്കാൻ ഏത് രാത്രിയാണുള്ളത്? ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായ രാത്രി. ലൈലത്തുൻ മുബാറക, അനുഗ്രഹീതമായ രാത്രി. ആ രാത്രിയുടെ സൂര്യോദയം വരെ ആ രാത്രിയിൽ സമാധാനമാണ്, ആപത്തുകളില്ല, അപകടങ്ങളില്ല, എല്ലാത്തിൽ നിന്നും സുരക്ഷിതമായ രാത്രി. ആ രാത്രിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഖുർആന്റെ ശ്രേഷ്ഠതകളും പ്രത്യേകതകളുമാണ്. അപ്പോൾ ഖുർആൻ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഇത് ഖുർആനുമായി ബന്ധം വെക്കേണ്ട ആളുകൾ എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ അതിനത്രയും സ്ഥാനം നൽകിയിട്ടുണ്ട്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും പ്രത്യേകതകൾ അതിന് നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിൽ ആ ഖുർആനിന്റെ കാര്യത്തിൽ അശ്രദ്ധനാകാൻ, ആ ഖുർആൻ അത് ജീവിതത്തിലേക്ക് പകർത്താൻ, ആ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് അശ്രദ്ധ കാണിക്കുന്നത്? ഈ പറഞ്ഞ ശ്രേഷ്ഠതകളൊക്കെ ഖുർആനുണ്ട്. ഈ ശ്രേഷ്ഠതകളൊക്കെ അത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്,
ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് പ്രത്യേകക്കാരായ ചില ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് അവർ? അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകൾ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലുല്ലാഹി വഖാസത്തുഹു. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകൾ എന്നാൽ ഹും അഹ്ലുൽ ഖുർആൻ, ഒരു ഖുർആനിന്റെ ആളുകളാണ് എന്നാണ് പറഞ്ഞത്. അവർ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഖുർആനിന്റെ പ്രത്യേകക്കാരായ ആളുകളാകാൻ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകളാകാൻ എങ്ങനെയാണ് നമ്മൾ സാധിക്കുക? നമ്മൾ ഖുർആനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ഖുർആന്റെ ആളുകളാകുമോ? കേവലം ഖുർആൻ റമദാൻ മാസം വരുമ്പോൾ പൊടി തട്ടി ഒന്ന് മറിച്ച് കുറച്ച് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഖുർആന്റെ ആളുകളാകുമോ? ഇല്ല. എങ്ങനെയാണ് ഖുർആനിന്റെ ആളുകളാകാൻ നമുക്ക് സാധിക്കുക? ഖുർആനിന്റെ ആളുകളാകാൻ അതുവഴി അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാകാൻ. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരെന്ന് പറഞ്ഞാൽ അത് ചില്ലറ പദവിയല്ല. അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ, അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ആളുകൾ, അവർ ചില്ലറക്കാരല്ല, വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. ഖുർആനിന്റെ ആളുകളായി മാറിയാൽ അതുവഴി അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായി മാറാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് ഖുർആനിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കുക? ഒന്നാമതായി ഖുർആൻ അത് പഠിക്കുക എന്നുള്ളതാണ് ഖുർആനിന്റെ അഹലുകാരാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഖുർആനിന്റെ പഠിതാക്കളാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നാൽ ഒരുപാട് സമ്പത്തുള്ള ആളുകൾ ആണ് എന്നാണോ പറഞ്ഞത്? അതല്ലെങ്കിൽ ഒരുപാട് സന്താനങ്ങളുള്ള ആളുകൾ ആണ് എന്നാണോ പറഞ്ഞത്? അല്ല, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും ഖൈറായ ആളുകൾ. എങ്ങനെയാണ് അത് അങ്ങനെ ആകാതിരിക്കുക? ഏറ്റവും ഖൈറായ ആളുകൾ ഖുർആനിന്റെ ആളുകളല്ലാതെ മറ്റാരാ ആവാനാണ്? ഖുർആനിന്റെ ആളുകൾ, ഖുർആൻ പഠിക്കുന്ന ആളുകൾ, അത് പഠിപ്പിക്കുന്ന ആളുകളാണ് ഏറ്റവും ഖൈറായ ആളുകൾ. കാരണം വഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഏറ്റവും ഖൈറായ സംസാരം അല്ലാഹുവിന്റെ കലാമാണ്. ആ ഏറ്റവും ഖൈറായ കലാം പഠിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഏറ്റവും ഖൈറായ ആളുകളാകാതിരിക്കാൻ സാധ്യതയുള്ളത്? ഏറ്റവും ഖൈറായ ആളുകൾ ഖുർആനിന്റെ പഠിതാക്കളാണ്. ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറ്റവും അഫ്ദലായ ഇബാദത്തായി കൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിന്റെ കലാമാണ് പഠിക്കുന്നത്. ഏറ്റവും അള്ളാഹുവിന്റെ കലാമിനേക്കാൾ, അള്ളാഹുവിന്റെ സംസാരത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള ഖൈറായ മറ്റേത് സംസാരമാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയും, കലാമു റബ്ബി, കലാമു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ്. ആ ഒരു ഗാംഭീര്യത്തോടുകൂടി, ആ ഒരു ഗൗരവത്തോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടിയാണ് എന്ത് ചെയ്യാറുള്ളത്? അവർ ഖുർആനെ കാണാറുള്ളത്. മഹാനായ സ്വഹാബിമാർ, മഹാന്മാരായ സ്വഹാബികൾ ആ ഖുർആനിന് ആ സ്ഥാനം വകവെച്ച് നൽകിയിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം, ഖുർആൻ തുറന്ന് ഓതുമ്പോൾ അവർ ഉദ്ദേശിച്ചത് ഓതി തീരാതെ മറ്റൊന്നും പ്രവർത്തിക്കാനോ സംസാരിക്കാനോ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ ഖുർആൻ ഓതുന്നു, ഒരു ഭാഗത്ത് ഫോൺ നോക്കുന്നു, മെസ്സേജ് നോക്കുന്നു, ഫോൺ വിളിക്കുന്നു. എന്നാൽ സ്വഹാബിമാർ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ സംസാരമാണ്. ഈ കേൾക്കുന്നത് റബ്ബിന്റെ സംസാരമാണല്ലോ, ഞാൻ ഈ പാരായണം ചെയ്യുന്നുണ്ട്, എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നതാണ് എന്ന ബോധ്യം അവരെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? ഖുർആൻ ഓതി തീരാതെ അവർ വേറൊരു പണിയിലേക്കും അവർ ഇറങ്ങൂല. ഉദ്ദേശിച്ചത് ഓതി തീരുന്നത് വരെ അതിനിടയിൽ വേറൊന്നും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ ഖുർആൻ അത് പഠിക്കുക എന്നുള്ളത് ഏറ്റവും അഫ്ദലായ ഇബാദത്താണ്.
കാരണം അത് അള്ളാഹുവിന്റെ കലാം ആണ് എന്നുള്ളത് കൊണ്ട്. ഖുർആൻ പഠിക്കുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഖുർആൻ പഠിക്കുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതകളുണ്ട്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഖുർആൻ പഠിക്കുന്നതിന്, ഖുർആൻ ഓതുന്നതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശ്യത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീ മൻ ഇൻദ. ഒരുപാട് ശ്രേഷ്ഠതകൾ. കുറച്ചാളുകൾ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ കൂടിയിരുന്ന് അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്യാൻ അവർ പരസ്പരം പഠിക്കുകയാണ്. ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകൾക്ക് ഓതാൻ അറിയുന്ന ആള് ഓതിക്കൊടുത്ത് പഠിപ്പിക്കുന്നു. ഖുർആനിന്റെ അർത്ഥം അറിയാത്ത ആളുകൾക്ക് ഖുർആനിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നു. അവരാ കൂടിയിരുന്ന് മസ്ജിദിൽ അവർ ഖുർആൻ പഠിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് അവരെ വലയം ചെയ്യുന്നു. അതുപോലെ തന്നെ മലക്കുകൾ അവരെ പൊതിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവരെ കുറിച്ച് പറയുന്നു. എത്ര ശ്രേഷ്ഠതകളാണ് പറഞ്ഞത്. അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കുന്നു. ഇന്ന് ഒരുപാട് ആളുകൾ ഈ സമാധാനത്തിന് വേണ്ടിയാണ് പായുന്നത്. ഹറാമുകൾക്ക് പിന്നാലെ, മ്യൂസിക്കിന് പിന്നാലെ, സിനിമകൾക്ക് പിന്നാലെ, തോന്നിവാസങ്ങൾക്ക് പിന്നാലെ ആളുകൾ പോകുന്നത് ഈ സമാധാനത്തിന് വേണ്ടിയാണ്. തിന്മകൾ ചെയ്ത് സമാധാനം കിട്ടുന്നില്ല. അപ്പൊ സമാധാനം കിട്ടുന്ന വേറൊരു തിന്മ ചെയ്യാൻ. അതുപോലെ തന്നെ ഷിർക്കിലേക്ക് പോവുകയാണ്. സമാധാനം ലഭിക്കുന്നതിന് ഒരു ജാറം കഴിഞ്ഞാൽ മറ്റൊരു ജാറം, ഒരു ജങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത്. എന്തിന്? സമാധാനത്തിന് വേണ്ടിയാണ്. ഈ സമാധാനമില്ല, മാനസികമായി ബുദ്ധിമുട്ടുകളാണ്, ടെൻഷനുകളാണ്. ഈ സമാധാനം എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഖുർആൻ അത് പഠിച്ചാൽ കിട്ടും. ആത്മാർത്ഥമായി റബ്ബിന്റെ കലാമാണെന്ന ബോധത്തോടുകൂടി അതിനോട് ബന്ധം വെച്ച് കഴിഞ്ഞാൽ, അത് പഠിക്കുന്ന സദസ്സുകളിലേക്ക് വന്നാൽ അവിടെയാണ് ഈ സമാധാനമുള്ളത്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കും. മലക്കുകൾ നമ്മളെ വലയം ചെയ്യും. അള്ളാഹു നമ്മളെ കുറിച്ച് മലക്കുകളോട് പെരുമ പറയും. അത് ഖുർആന്റെ ശ്രേഷ്ഠതയാണ്. ഖുർആൻ പഠിക്കുന്നതിന്റെ ശ്രേഷ്ഠതയാണ്. റമദാൻ മാസത്തിൽ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. റമദാൻ മാസത്തിൽ ഖുർആൻ പഠിക്കുന്നതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. കാരണം എന്താണ്? റമദാനിലാണ് ഖുർആൻ അവതരിച്ചത്. ആ ഖുർആനിന്റെ മാസം ഖുർആൻ പഠിക്കുന്നതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായി റമദാനിന്റെ രാത്രികളിൽ ഖുർആൻ പഠിക്കാറുണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ഓതുകയും ചെയ്യും. അങ്ങനെ മുദാറസ, പരസ്പരം ഇരുന്നു കൊണ്ടുള്ള ആ ഒരു പഠനം, അത് റമദാനിന്റെ രാത്രികളിൽ നടക്കാറുണ്ട്. അപ്പൊ ഖുർആൻ അത് പഠിക്കുന്ന വിഷയത്തിൽ മുന്നോട്ട് വരാത്ത ആളുകൾ, അവർക്ക് ഏറ്റവും വലിയൊരു അവസരമാണ്, ഖുർആനിന്റെ പഠനം തുടങ്ങുവാനുള്ള ഒരു അവസരമാണ് റമദാൻ മാസം. റമദാനിൽ ഖുർആൻ പഠനം ആരംഭിക്കുക, അത് മനഃപ്പാഠമാക്കാൻ, ഓതുവാൻ, നമ്മൾ പഠിക്കുക. അതിൽ വലിയ വലിയ ആസ്വാദനം നമ്മൾ കണ്ടെത്തുക. അതിൽ വലിയ സമാധാനം നമുക്ക് ലഭിക്കും. നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാകും. ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആൻ നമ്മൾ ഓതും, പാരായണം ചെയ്യും. അങ്ങനെ പാരായണം ചെയ്താൽ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്? ഒരുപാട് പ്രതിഫലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനതു ബിഅശ്രി അംസാലിഹ ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ആരെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവന് 10 പ്രതിഫലമുണ്ട്. ഒരു പ്രതിഫലമുണ്ട്. ആ ഒരു പ്രതിഫലം അത് 10 ഇരട്ടിയായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നിട്ട് എന്താ പറഞ്ഞത്?
അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്. അലിഫ് ലാം മീം എന്ന് ഒരുവൻ ഓതിയാൽ അവന് ചുരുങ്ങിയത് 8 പ്രതിഫലം കിട്ടും, 30 പ്രതിഫലം കിട്ടും അലിഫ് ലാം മീം എന്ന് ഓതിയാൽ. അപ്പൊ ഒരു പേജ് ഖുർആൻ ഓതിയ ആളെ പ്രതിഫലം എത്ര ആയിരിക്കും? ഒരു സൂറത്ത് മുഴുവൻ ഓതിയവന്റെ പ്രതിഫലം എത്ര ആയിരിക്കും? ഖുർആൻ മുഴുവൻ ഓതിയവന്റെ പ്രതിഫലം എത്ര ആയിരിക്കും? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതുക, ഖുർആൻ അതിന്റെ ആളുകൾക്ക് ശുപാർശ പറയുന്നതിന് വേണ്ടി നാളെ എന്ത് ചെയ്യും? പരലോകത്ത് വരും. ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമുക്ക് വേണ്ടി അനുകൂലമായി സാക്ഷിയായി നമുക്ക് ശുപാർശ പറയാൻ അള്ളാഹുവിന്റെ കലാം വരും എന്ന് പറഞ്ഞാൽ എത്ര വലിയ കാര്യം, എത്ര വലിയ നേട്ടമാണത് അതിന്റെ ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ രാത്രിയും പകലും ഓതി അത് പഠിച്ച് എടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് പറയും, അള്ളാഹുവേ, എന്നെ ഇവൻ പാരായണം ചെയ്തുകൊണ്ട് തന്നെ ഇവന്റെ രാത്രിയിലെ ഉറക്കം അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൻ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ എന്നെ പാരായണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവെ എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ശുപാർശ പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണിത്. ഖുർആൻ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അൽ മാഹിറു ബിൽ ഖുർആനി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. ഖുർആനിന്റെ കാര്യത്തിൽ അഗ്രഗണ്യരായ ആളുകൾ അവർ മലക്കുകളോടൊപ്പമായിരിക്കും. നന്നായി ഖുർആൻ ഓതുന്ന ആളുകൾ, ഖുർആനിന്റെ ആശയം നന്നായി അറിയുന്ന ആളുകൾ, അവർ മലക്കുകളോടൊപ്പമായിരിക്കും. എന്നിട്ട് അവർ പറഞ്ഞു, വല്ലദീ യഖറഉൽ ഖുർആൻ വയതതഅതഉ ഫീഹി വഹുവ ലഹു ഷാഖുൻ ലഹു അജ്റാൻ. എന്നാൽ ഖുർആൻ തപ്പിത്തടഞ്ഞു ഓതുന്ന ആളുകൾ, പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, അവർക്ക് 2 പ്രതിഫലമുണ്ട്. ഖുർആൻ എത്ര പ്രായമായി, ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ ഇനിയിപ്പോ ഇരുന്നാൽ ഖുർആൻ പഠിക്കാൻ പറ്റുമോ, ഞാനൊക്കെ ഇനി എപ്പോ പഠിക്കാനാണ് എന്ന് പറഞ്ഞ് മാറിയിരിക്കല്ലേ വേണ്ടത്. അങ്ങനെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഖുർആൻ ഓതാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് 2 പ്രതിഫലമുണ്ട്. ഖുർആൻ അതുമായി ബന്ധപ്പെട്ടു വന്നാൽ നമുക്ക് ഒരുപാട് ഖൈറാത്തുകൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ആഖിറത്തിലുള്ള പ്രതിഫലത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ദുനിയാവിൽ ഒരുപാട് ഖൈറാത്തുകൾ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ലഭിക്കും. അതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായിരിക്കും, സമയത്തിൽ ബറക്കത്തുണ്ടായിരിക്കും എന്നുള്ളത്. സമയത്തിൽ ബറക്കത്തുണ്ടാകുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പരാതി പറയുന്ന ഒരു കാര്യമാണ്, സമയത്തിൽ ബറക്കത്തില്ല. ഇത്ര വേഗമാണ് സമയം പോകുന്നത്, ഒന്നിനും സമയം കിട്ടുന്നില്ല. ഉലമാക്കൾ പറഞ്ഞു, സമയത്തിൽ ബറക്കത്ത് ലഭിക്കാൻ അടിസ്ഥാനപരമായി ഒരാൾ ചെയ്യേണ്ടത് ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിന്റെ ദിവസം ആരംഭിക്കുമ്പോൾ നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആ ദിവസം ആരംഭിക്കുക. സമയത്തിൽ വലിയ ബറക്കത്തുണ്ടാകും, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. കാരണം ഖുർആൻ അത് മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. അത് ഓതിയാൽ, അതുമായി ബന്ധം സ്ഥാപിച്ചാൽ, അത് ഓതിയവന്റെ ജീവിതത്തിലും സമയത്തിലും ഹൃദയത്തിലും ബറക്കത്തുണ്ടാകും. മാത്രമല്ല ആയുസ്സിൽ, ആരോഗ്യത്തിൽ ബറക്കത്തുണ്ടായിരിക്കും. മുൻഗാമികളായ സലഫ് സാലിഹീങ്ങൾ അവരുടെ പരിചയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ്, ഇന്ന അബ്ഖൻ നാസി ഉഖൂലൻ ഖറഅത്തുൽ ഖുർആൻ. ഏറ്റവും അധികം ബുദ്ധി നിലനിൽക്കുക ഖുർആനിന്റെ പാരായണക്കാർക്കായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് ഖുർആനുമായി ബന്ധമുള്ള, ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത ആളുകൾ, അവരെ ബുദ്ധി നിലനിൽക്കും. അത് ക്ഷയിച്ചു പോവുകയില്ല, ചന്നി ബാധിക്കുകയില്ല അവർക്ക്.
ഇമാം ശഅബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഖറഅ അൽ ഖുർആന ലം യഖ്രിഫ്. ഒരാൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് ചന്നി ബാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, പ്രായമുള്ള ആളുകൾ, സാധാരണക്കാരായ പ്രായമുള്ള ആളുകൾ, പ്രായം വന്നാൽ എന്താണ് അവരുടെ അവസ്ഥ? അർദലുൽ ഉമറിലേക്ക്, ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലേക്ക് അവർ പോകും. ചെറിയ കുട്ടികളുടെ അവസ്ഥയിലേക്ക്, അല്ലെ? തീരെ ഒരു ബോധമില്ലാത്ത, ബുദ്ധി മറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് സാധാരണക്കാരായ ആളുകൾ പ്രായമായാൽ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഉലമാക്കളിലേക്ക് നോക്കിയാൽ പ്രായം കൂടുമ്പോൾ അവരെ വീര്യം വർദ്ധിക്കുകയാണ്, അവരെ ഖദർ, അവരെ സ്ഥാനം വർദ്ധിക്കുകയാണ്. ഇസ്ലാമിന് വേണ്ടി ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകളും ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ജനങ്ങളെ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ, അവർ പ്രായമായി കഴിഞ്ഞാൽ ഈ പറയുന്ന അവസ്ഥയിലേക്ക് അവരെ പോകുന്നില്ല. അവരെ വീര്യം വർദ്ധിക്കുകയാണ്, അവരെ ശ്രേഷ്ഠത വർദ്ധിക്കുകയാണ്. അതാണ് ഖുർആനുമായി, ദീനിന്റെ വിജ്ഞാനങ്ങളുമായി ഒരുവൻ ബന്ധം സ്ഥാപിച്ചാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിക്കുകയില്ല. അവന്റെ ദുനിയാവിലും പരലോകത്തും ഇസ്സത്തിലായിരിക്കും. അവന്റെ ആരോഗ്യത്തിലും ആയുസ്സിലും അവന്റെ ജീവിതത്തിലും ബറക്കത്തുണ്ടായിരിക്കും. എന്നാൽ അതല്ലാത്ത ആളുകൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ പഠിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആനിന്റെ ആളുകളാകാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഖുർആൻ പഠിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക. അത് റമളാനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. റമളാൻ വന്നാൽ കുറച്ച് ഖുർആൻ ഓതും, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഖുർആനുമായി ബന്ധമില്ലാത്ത അവസ്ഥ. അതല്ല, ഖുർആനുമായി നിരന്തരം ബന്ധം ഉണ്ടാക്കണം. ദിവസവും ഖുർആനിൽ നിന്ന് ഒരു നിശ്ചിത അളവ് പാരായണം ചെയ്യാതെ എന്ത് ചെയ്യാൻ പാടില്ല? കടന്നു പോകാൻ പാടില്ല. മുൻഗാമികളായ സലഫു സാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞതായി കാണാം, വകരിഹു അയംദി അല റജുലി യൗമുൻ ലാ യൻദുറു ഫീ മുസ്ഹഫിഹി. ഒരുവൻ അവന്റെ മുസ്ഹഫിലേക്ക് നോക്കാത്ത ഒരു ദിവസം കടന്നു പോകുക എന്നുള്ളത് അവർ വെറുത്തിരുന്നു. ഒരു ദിവസം മുസ്ഹഫിലേക്ക് നോക്കി പാരായണം ചെയ്യാത്ത ഒരു ദിവസം അവരിൽ നിന്ന് കടന്നു പോകുക എന്നുള്ളത് വലിയ വെറുപ്പുള്ള കാര്യമായിട്ടാണ് അവർ കണ്ടിരുന്നത്. എന്നാൽ നമ്മളെ അവസ്ഥ എന്താ? പറയുമ്പോൾ നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. റമളാൻ അല്ലാത്ത ദിവസങ്ങളിൽ എത്ര ദിവസങ്ങൾ ഖുർആനിലേക്ക് നോക്കാത്ത, ഓതാത്ത എത്ര ദിവസങ്ങൾ നമുക്ക് കടന്നു പോകുന്നുണ്ട്. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിൽ, ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയമാണ് നമ്മൾ ഇത് സ്ക്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെറുതെ നമ്മുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ ഒരു ആവശ്യവുമില്ലാതെ സമയം കളയുന്ന നമ്മൾ റബ്ബിന്റെ കലാം ഓതാൻ, ഈ പറഞ്ഞ ഖൈറാത്തുകൾ കരസ്ഥമാക്കാൻ സമയം മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. അള്ളാഹുവിന്റെ കലാമുമായി നമ്മൾക്ക് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി ദിവസം കുറച്ചു സമയം നമുക്ക് മാറ്റിവെക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ എന്താണ് നമ്മളെ അവസ്ഥ? നമ്മൾ ചിന്തിച്ചു നോക്ക്. ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുക. ദിവസം ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് മാറ്റിവെച്ചാൽ ചുരുങ്ങിയത് ഖുർആനിൽ നിന്ന് ഒരു ജുസ് പാരായണം ചെയ്യാൻ സാധിക്കും. 20 മിനിറ്റ്, ഒരു അരമണിക്കൂർ മാറ്റിവെച്ചാൽ ദിവസം, സുബ്ഹിക്ക് ശേഷം ഒരു 15 മിനിറ്റ്, മഗ്രിബിന് ശേഷം ഒരു 15 മിനിറ്റ്, അരമണിക്കൂർ മാറ്റിവെച്ചാൽ ഒരു ജുസ് വളരെ എളുപ്പത്തിൽ ഓതാൻ പറ്റും. അങ്ങനെ ഒരുവൻ ഒരു ജുസ് ഓതുകയാണെങ്കിൽ ഒരു മാസം, റമളാൻ അല്ലാത്ത ദിവസങ്ങളുടെ കാര്യമാണ് പറയുക, ഒരു മാസം കൊണ്ട് അവനെ ഖത്മ് തീർക്കാൻ പറ്റും. 12 മാസം 12 ഖത്മ്. റമളാൻ കൂടി വന്നാൽ കൂടുതൽ ഖത്മുകൾ, ഒരുപാട് ഖൈറാത്തുകൾ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പൊ ഖുർആൻ ഓതുക,
അതുമായി ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഖുർആനിന്റെ ആളുകളാകാൻ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഖുർആൻ ചിന്തിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ചിന്തിക്കുക എന്നുള്ളതാണ്. ഖുർആൻ കേവലം ഓതി തീർക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതല്ല. ആണോ? ഒരിക്കലും അല്ല. മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഇന്നമാ ഉൻസിലൽ ഖുർആനു ലിയുഅമല ബിഹി വയദബ്ബറ ആയാതിഹി. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അതനുസരിച്ച് ജീവിക്കാനാണ്, അമൽ ചെയ്യാനാണ്. അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനാണ്. എന്നാൽ ഫത്തഖദ അന്നാസു ഖിറാഅതഹു അമല, ജനങ്ങൾ എന്ത് ചെയ്തു? കേവലം പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു അമലാക്കി മാറ്റി. ഖുർആൻ അങ്ങനെ ഓതി തീർക്കുക. എന്താണ് ഈ ഓതുന്നത് എന്നറിയില്ല, ഖുർആനിൽ എന്താണ് അള്ളാഹു പറയുന്നത് എന്നറിയാതെ അങ്ങനെ ഒരു ഖത്ബ് തീർക്കുന്നു. ചില ആളുകൾക്ക് ഖുർആൻ ഓത്ത് എന്ന് പറഞ്ഞാൽ അത് മരിച്ച വീട്ടിൽ മാത്രമുള്ളതാണ്. അതല്ലെങ്കിൽ ഖബർസ്ഥാനിൽ ഖത്മ ഓതാൻ പ്രത്യേകം ഒരു ടെന്റ് കെട്ടി അവിടെ ഓതാനുള്ളതാണ് ഖത്മ. എന്നാൽ ആ കേവലം ഓത്ത് അത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആശയമെന്ന് ആളുകൾക്ക് അറിയില്ല. എന്താണ് ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്? അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം തന്നെ ഖുർആൻ അത് മനസ്സിലാക്കാനാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി. ഈ അനുഗ്രഹീതമായ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് നിങ്ങൾ അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനാണ്. ചിന്തിച്ചാലേ മാറ്റം ഉണ്ടാകുകയുള്ളൂ. ചിന്തിച്ചാലേ മാറ്റം ഉണ്ടാവുകയുള്ളൂ. സഹാബികൾ അവർ ഖുർആനിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ഖുർആൻ ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ചു. ഖുർആൻ അവരെ മനസ്സുകളോട് സംവദിച്ചു. അപ്പോൾ അവർക്ക് വലിയ മാറ്റം ഉണ്ടായി. വലിയ മാറ്റം അവർക്കുണ്ടായി. നോക്കൂ നിങ്ങൾ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അവരിലേക്ക് പറഞ്ഞയക്കുമ്പോൾ എന്തായിരുന്നു ആ ജനതയുടെ അവസ്ഥ? എന്തായിരുന്നു? എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളിലും മുങ്ങിക്കൊളിച്ചിരുന്ന ഒരവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. മദ്യപാനം, വ്യഭിചാരം, പരസ്പരമുള്ള കലഹങ്ങൾ, അതുപോലെ തന്നെ വിഗ്രഹാരാധന, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന സമ്പ്രദായം, ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങളുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത്. 23 വർഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ട് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? 23 വർഷം കൊണ്ട് ഈ പറഞ്ഞ സമുദായം ഏറ്റവും നല്ല ആളുകളായി മാറി. അള്ളാഹു തന്നെ അവരെ കുറിച്ച് പറഞ്ഞു, ഞാൻ അവരോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് എങ്ങനെ മാറ്റം ഉണ്ടായി? അവരെങ്ങനെ ഖത്മ ചെയ്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് ഖുർആൻ ഓതിയത് കൊണ്ടാണോ മാറ്റം ഉണ്ടായത്? അല്ല, ഖുർആനെ കുറിച്ച് ചിന്തിച്ചു. ഖുർആൻ അവരെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കി. ഖുർആൻ അനുസരിച്ച് അവർ ജീവിച്ചു കാണിച്ചു. അങ്ങനെയാണ് മാറ്റം ഉണ്ടായത്. അങ്ങനെയാണ് അവർക്ക് മാറ്റമുണ്ടായത്. അള്ളാഹു ചോദിച്ചില്ല, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അല്ലെങ്കിൽ ഖുർആൻ അത് ചിന്തിക്കാൻ കഴിയാതെ അവരുടെ ഹൃദയങ്ങൾ അവർ പൂട്ടി വെച്ചിരിക്കുകയാണ്. മറ്റൊരായത്തിൽ അള്ളാഹു ചോദിച്ചു, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അള്ളാഹുവിൽ നിന്നല്ല ഈ ഖുർആൻ എങ്കിൽ ആ ഖുർആനിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ അവർക്ക് കാണാൻ സാധിക്കും. ഇന്ന് നിരീശ്വരവാദികൾ വന്ന് ഖുർആനെ പറ്റി 2 ചോദ്യം ചോദിക്കുമ്പോഴേക്കും മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർക്ക് ആശയക്കുഴപ്പമായി. ശരിയാണല്ലോ, എന്താണ് ഖുർആനിലെ ആശയങ്ങൾക്ക് വൈരുദ്ധ്യം ഉണ്ടല്ലോ. നീ ഖുർആൻ ചിന്തിച്ചിട്ടില്ല, നീ ഖുർആൻ പഠിച്ചിട്ടില്ല. ഈ ഖുർആൻ പഠിക്കാതെ ചിന്തിക്കാതെ ഈ പറഞ്ഞ ആളുകളെ സംസാരം കേട്ടാൽ പിന്നെ എങ്ങനെ നിനക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കും? നീ അത് ഖുർആൻ പഠിക്കണം, ചിന്തിക്കണം. അപ്പോൾ നിനക്ക് ബോധ്യപ്പെടും ഇതിലൊരു വാക്ക് പോലും വൈരുദ്ധ്യമില്ല എന്ന്, ഇതിൽ അഭിപ്രായ ഭിന്നതകളില്ല, ഇത് ചൊവ്വായ ഖുർആനാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടും. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ.
സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് ഒരു ഐവജും ഒരു വക്രതയും ഇല്ലാത്ത രീതിയിലാണ്. ഖയ്യിമൻ, നേരായ ചൊവ്വായ രീതിയിലാണ് ഖുർആൻ ഉള്ളത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നേരായ ഇതിലേക്കാണ് ഈ ഖുർആൻ നിന്നെ വഴി നടത്തുന്നത്. എന്നിട്ട് ഇതൊന്നും അറിയാതെ, ഇതൊന്നും പഠിക്കാതെ, ചിന്തിക്കാതെ നടന്നാൽ പിന്നെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കളികളിൽ നീ പെട്ടുപോകാതിരിക്കും? ഖുർആൻ ആദ്യം ചിന്തിക്കണം. അല്ലാഹു പറഞ്ഞു വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ അല്ലാഹു 4 തവണയാണ് ഈ ആയത്ത് ആവർത്തിച്ചിട്ടുള്ളത്. 4 തവണ ഈ ആയത്ത് ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു ഒരു കാര്യം വെറുതെ ആവർത്തിക്കുകയില്ല. അല്ലാഹു ഒരു കാര്യം വെറുതെ ആവർത്തിക്കുകയില്ല. അല്ലാഹു ഒരു കാര്യം ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ഗൗരവം ഉണ്ടായിരിക്കും. എന്താണ് അല്ലാഹു ആവർത്തിച്ച ഈ 4 ആയത്തിന്റെ വിശദീകരണം എന്താണ്? ഖുർആൻ അല്ലാഹു അതിനെ എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആൻ അതിനെ എളുപ്പമാക്കിയിരിക്കുന്നു. എളുപ്പമാക്കിയിട്ട് ഫഹൽ മിൻ മുദ്ദക്കിർ, ഇതിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്ന ആരുണ്ട്? ഖുർആൻ എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ ഓതുവാനും ഖുർആൻ മനഃപ്പാഠമാക്കുവാനും ഖുർആനിന്റെ പദങ്ങൾ അല്ലാഹു എളുപ്പമാക്കി. ഖുർആൻ ചിന്തിക്കുവാൻ ഖുർആനിന്റെ ആശയങ്ങൾ അല്ലാഹു എളുപ്പമാക്കി. ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ ഖുർആനിന്റെ വിധിവിലക്കുകൾ അല്ലാഹു എളുപ്പമാക്കി. എന്നിട്ട് ഖുർആനെ സ്വീകരിക്കുന്ന ആളുകൾ എവിടെ? സഹൽ മിൻ മുത്തഇദിൻ യത്തഇഉ ബിഹി. ഈ ഖുർആൻ അതനുസരിച്ച് അതിന്റെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ എവിടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. ഖുർആൻ ഇത്രയൊക്കെ എളുപ്പമാക്കിയിട്ട് ഖുർആൻ ചിന്തിക്കുന്ന ആളുകൾ അവരിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഉപമ നമ്മൾ പലരും കേട്ടതാണല്ലോ. അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽക അംസാലു നദ്രിബുഹാ ലിന്നാസ് ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മേലാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ അള്ളാഹുവിനോടുള്ള ഭയം കാരണം ആ പർവ്വതം പൊട്ടിച്ചെറുക്കുമാറാകും. പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ പാറക്കല്ലുകളുള്ള കഠിനമായ പരുഷമായ ഒരു കാര്യമാണ് പർവ്വതം എന്ന് പറഞ്ഞാൽ. ആ പർവ്വതത്തിലേക്കാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് എങ്കിൽ ആ പർവ്വതത്തിന് ചലനമുണ്ടാകും, അത് പൊട്ടിത്തെറിക്കും അള്ളാഹുവിനോടുള്ള ഭയം കാരണം. അള്ളാഹു ഇത്തരം ഉപമകൾ വിവരിച്ചു തരുന്നത് മനുഷ്യന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നതിനാണ്. എന്താണ് നമുക്കിതിലുള്ള പാഠം? പർവ്വതത്തിൽ ഖുർആൻ അവതരിപ്പിച്ചാൽ പർവ്വതം അത് പൊട്ടിത്തെറിക്കും അള്ളാഹുവിനോടുള്ള ഭയം കാരണം. ആ പരുഷമായ ആ പർവ്വതത്തിന് മാറ്റം വരുന്നു എങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള ഹൃദയം തന്ന മനുഷ്യന്മാരിലേക്കാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് എങ്കിൽ നമുക്കുണ്ടായ മാറ്റം എന്താണ് എന്നാണ് അതിന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇന്ന മിനൽ ഹിജാറതി ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ് വഇന്ന മിൻഹാ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. പാറക്കല്ലുകൾ അത് പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് അരുവികൾ ഉണ്ടാകുന്നു. അത് പൊട്ടിപ്പിളർന്ന് അതിൽ നിന്ന് വെള്ളം വരുന്നു. ചില പാറക്കല്ലുകൾ, ഭീമമായ പാറക്കല്ലുകൾ അള്ളാഹുവിനോടുള്ള ഭയം കാരണം മുകളിൽ നിന്ന് താഴേക്ക് ഉരുണ്ടു വീഴുന്നു. അള്ളാഹുവിനോടുള്ള ഭയം കാരണം ഒരു പരുഷമായ ഒരു ഭീമമായ പാറക്കല്ലിനുണ്ടാകുന്ന മാറ്റമാണ്. എന്നാൽ ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയ മനുഷ്യന് അള്ളാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ചിട്ട് എന്ത് മാറ്റമാണ് അവർക്കുണ്ടായത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. ഖുർആൻ നമ്മൾ ധാരാളമായി ചിന്തിക്കുക, ഖുർആൻ വിശദീകരിക്കുന്ന സദസ്സുകളിൽ പോയിരിക്കുക, ഖുർആനിന്റെ തഫ്സീർ പഠിക്കുക, ഖുർആനെ പറ്റി ചിന്തിക്കുക. നമ്മൾ എത്ര തന്നെ ചിന്തിച്ചാലും അള്ളാഹുവിന്റെ ആയത്തുകളിലെ ആശയങ്ങൾ അത് തീർന്നു പോവുകയില്ല. എത്ര തന്നെ ചിന്തിച്ചാലും
എത്ര തന്നെ നമ്മൾ പഠിച്ചാലും ഖുർആനിന്റെ ആശയങ്ങൾ അത് തീർന്നു പോവുകയില്ല. അത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾക്കറിയുമോ എത്ര തഫ്സീറുകളാണ് ലോകത്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഒരുപാട് തഫ്സീറുകൾ. മുൻഗാമികളും അതുപോലെ തന്നെ ആധുനികരുമായ ഒരുപാട് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? തഫ്സീറുകൾ, ഖുർആനിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ചുരുക്കി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, വിശാലമായി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ സഹോദരങ്ങളൊന്നും ആലോചിച്ചു, ഖുർആനിന് ഇത്രയും വിശദീകരണങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ കലാം അത് പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വോള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ഓരോ സൂറത്തുകൾ, ഓരോ പ്രത്യേക ആയത്തുകൾ മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. അള്ളാഹുവിന്റെ ആയത്തുകളിലെ ആശയങ്ങൾ അത് വിശദീകരിച്ചാലും ചിന്തിച്ചാലും മനസ്സിലാക്കിയാലും ആശയങ്ങൾ അത് തിട്ടപ്പെടുത്തുവാനോ അത് ക്ലിപ്തപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല. അത്രയുമുണ്ട്. കാരണം നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പടപ്പാണ്. അത് പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കലാം എന്നാൽ അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതിന് അറ്റമില്ല, അതിന് അവസാനമില്ല. ഒരാൾക്ക് ഒരു ആയത്തിൽ നിന്ന് 1000 ചിന്തകൾ, 1000 ഗുണപാഠങ്ങൾ, 1000 ആശയങ്ങൾ ഒരാൾക്ക് ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാലും ആ ആയത്തിൽ ആശയങ്ങളും പാഠങ്ങളും അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാടുണ്ടായിരിക്കും. കാരണം എന്താ? അവന്റെ ബുദ്ധി പരിമിതമാണ്, അള്ളാഹുവിന്റെ പടപ്പാണ്. പക്ഷെ അള്ളാഹുവിന്റെ കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അതിന് അറ്റവും അവസാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്വഹാബികൾ ഇതിനുള്ള ഉത്തമമായ മാതൃകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. സ്വഹാബികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യൂല? ഖുർആൻ അത് 10 ആയത്തിൽ കൂടുതൽ അവരെന്ത് ചെയ്യൂല? മനപ്പാടാക്കൂല. കാരണം എന്താ? 10 ആയത്തിൽ കൂടുതൽ അവർ മനപ്പാടാക്കൂല. അവരെന്ത് ചെയ്യും? 10 ആയത്ത് ആദ്യം മനപ്പാടാക്കും, എന്നിട്ട് ചിന്തിക്കും, അത് അമൽ ചെയ്യും. എന്നിട്ടാണ് അതിനുശേഷം അടുത്ത ആയത്തുകൾ അവരെന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഖുർആനിന്റെ അഹ്ലുകാരാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ ചിന്തിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, അമൽ ചെയ്യുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ സ്വഹാബികൾ ഉദാഹരണം പറഞ്ഞ അവരെന്ത് ചെയ്യില്ല? 10 ആയത്തുകൾ അതിൽ കൂടുതൽ പഠിക്കുക, 10 ആയത്ത് പഠിക്കുകയും അത് അമൽ ചെയ്തതിന് ശേഷം അടുത്ത 10 ആയത്ത് പഠിക്കുകയുമാണ് അവർ ചെയ്തിരുന്നത്. സ്വഹാബി വനിതകൾ, സ്വഹാബത്തിന്റെ ഇടയിലുള്ള സ്ത്രീകൾ, അവരടക്കം ഖുർആൻ അമൽ ചെയ്യാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഊവൽ, ആദ്യകാലക്കാരിൽപ്പെട്ട മുഹാജിറാത്തുകളിലായ ആദ്യകാലക്കാരിലെ സ്ത്രീകൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന ആദ്യ കാലഘട്ടത്തിലെ സ്ത്രീകൾ, അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ. കാരണം എന്താ? ലമ്മ അൻസലല്ലാഹു വൽയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ, അവരുടെ മക്കനകൾ അവരുടെ മുഖത്തേക്ക് അവർ താഴ്ത്തിയിടട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പന അത് വിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ ശഖഖ്ന അക്നുഫ മുറൂഖഹുന്ന ഫഖ്തമർന ബിഹാ, അവരെന്ത് ചെയ്തു? അവരുടെ മക്കല അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഒരൽപ്പം കീറുകയും എന്നിട്ട് അവരുടെ മുഖം മറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അവർ അവിടെ കാത്തു നിന്നില്ല. അവർ അവിടെ കാത്തു നിന്നില്ല. ആ ഒരു കൽപ്പന ഖുർആനിൽ വന്നത് കേട്ടത് മുതൽ അപ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കി. ആ വസ്ത്രം കീറി അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കി. അതാണ് ഖുർആൻ സ്വഹാബികൾ ജീവിതത്തിൽ ഇങ്ങനെയാണ് പ്രാവർത്തികമാക്കിയിരുന്നത്. അതിന്റെ ഒരു വലിയ ഉദാഹരണമാണ് മദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചു. മദ്യം ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിരോധിക്കുന്നത്. കാരണം മദ്യവുമായി വലിയ ബന്ധത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം എന്ത് ചെയ്തു? നിസ്കാരത്തിൽ
ലഹരി ഉപയോഗിച്ചു വരരുത്, മദ്യം കുടിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിലക്കി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തിന്റെ ഭവിഷ്യത്തുകൾ, ദോഷങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ, ഇത് നിർത്താനായില്ലേ? ഈ ആയത്ത് അവതരിച്ചത് മുതൽ, ഈ ആയത്ത് അവതരിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ആയത്ത് പാരായണം ചെയ്ത് ഈ ആയത്ത് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻതഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, മദ്യപാനം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് അന്ന് മദ്യം സംഭരിച്ചു വെച്ചിരുന്ന ആ വീപ്പകൾ അത് തല്ലി ഉടക്കുകയാണ് ഉണ്ടായത്. ആ വീപ്പയിൽ നിറച്ചു വെച്ചത് അതുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചില്ല. ആ ആയത്ത് കേട്ടു, ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത് തല്ലി ഉടക്കുകയും അവിടെ മദ്യത്തിന്റെ ഒരു ചാലിട്ടൊഴുകി എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിലാണ് സ്വഹാബികൾ ഖുർആൻ അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, لا يصلح آخر هذه الأمة إلا بما صلح به أولها. നമ്മൾ പറഞ്ഞു, മുൻഗാമികളായ സ്വഹാബികളെ മാറ്റിയത് ഖുർആനാണ്. ഖുർആൻ ചിന്തിച്ചു, ഖുർആൻ അനുസരിച്ച് ജീവിച്ചു, അങ്ങനെ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി എങ്കിൽ ഈ ഉമ്മത്തിലെ അവസാനകാലക്കാരായ ആളുകൾ അവർക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ആദ്യകാലക്കാരായ ആളുകൾ എങ്ങനെയാണോ മാറിയത് അതുപോലെ തന്നെ അവസാനകാലക്കാരായ ആളുകൾ മാറണം. ആദ്യകാലക്കാരെ എന്താണോ മാറ്റിയത് അതല്ലാതെ അവസാനകാലക്കാരെയും മാറ്റുകയില്ല. ഈ ഉമ്മത്തിലെ മുൻഗാമികൾ അവർ മാറിയത് ഖുർആൻ കൊണ്ടാണ് എങ്കിൽ നമ്മളും മാറേണ്ടത് ഖുർആൻ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിട്ടേച്ചു പോയ അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. ഖുർആൻ അത് അമൽ ചെയ്യണം, എന്നാലാണ് ഖുർആനിന്റെ അഹ്ലുകാരിൽ നമുക്ക് ഉൾപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കം മിൻ ഖാരിഇൻ ലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനു. എത്ര ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഖുർആൻ അവന് പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ ഖുർആൻ അവനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര ആളുകളാണ് ഉള്ളത്? എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അവൻ ഓതുന്നു, അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അള്ളാഹുവിന്റെ ലഅനത്ത്, അള്ളാഹുവിന്റെ ശാപം അക്രമം ചെയ്യുന്ന ആളുകൾക്കുണ്ടാകട്ടെ എന്നവൻ ഓതുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അക്രമം ചെയ്യുന്നു, അവൻ തിന്മകൾ ചെയ്യുന്നു. അപ്പൊ ഖുർആൻ ഓതുന്നു, അവന് പറയുമ്പോ ഹാഫിളാണ്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതുന്ന ആളാണ്, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഖുർആനിൻ്റെതായ അടയാളങ്ങളൊന്നുമില്ല. ഖുർആൻ അവൻ പാലിക്കുന്നില്ല, തിന്മകൾ ചെയ്യാണ്. ഖുർആൻ തന്നെ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്. അൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഒന്നല്ലെങ്കിൽ നിനക്ക് അനുകൂലമായ തെളിവായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ഓതിയ ആളുകൾക്ക് നാളെ പരലോകത്ത് ഖുർആൻ ഷഫീആയി, ശുപാർശകനായി വരും. എന്നാൽ ഖുർആൻ ഓതിയിട്ടും പഠിച്ചിട്ടും ഖുർആനിന് വിപരീതമായി ഒരുവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഖുർആൻ അവന് എതിരായുള്ള ഒരു ഹുജ്ജത്തായിരിക്കും, ഖുർആൻ അവന് എതിരായ ഒരു സാക്ഷിയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. മുൻഗാമികൾ ഇമാം ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അദ്ദേഹം വലിയൊരു കൊള്ളക്കാരനായിരുന്നു. സിയർ അലാമിൻ നുബലായിലൊക്കെ ചരിത്രം കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ദർസിലൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കൊള്ളക്കാരനായിരുന്നു. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു വൃദ്ധനായ ആൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു.
അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കീഴൊതുങ്ങുവാൻ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങുവാൻ അവരുടെ ഹൃദയങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന സൂറത്തുൽ ഹദീദിലെ അള്ളാഹുവിന്റെ ചോദ്യമാണ് അദ്ദേഹം കേൾക്കുന്നത്. ആ ഒരു ആയത്ത് കേൾക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പിന്നീട് മാറ്റമുണ്ടാക്കിയത്. അദ്ദേഹം അപ്പോൾ തന്നെ തൗബ ചെയ്തു മടങ്ങുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അഹ്ലുസുന്നത്തിന്റെ വലിയ ഇമാമിയങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു. എന്നും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റഹിമഹുല്ലാ എന്ന് പറയുന്നു. നോക്കൂ, മുൻഗാമികൾ അവർ ഖുർആനെ ചിന്തിച്ചു, ഖുർആൻ അവരുടെ മനസ്സിലേക്ക് അവർ സ്വീകരിച്ചു. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിളികൾ അതിന് ഉത്തരം നൽകി. അങ്ങനെ അവർക്ക് മാറ്റമുണ്ടായി. നമുക്ക് പറയാൻ പറ്റുമോ ഖുർആനിൽ ഇന്ന ആയത്താണ് എന്നെ മാറ്റി ചിന്തിപ്പിച്ചത്, ഖുർആനിൽ ഇന്ന ആയത്ത് കേട്ടതിന് ശേഷമാണ് ഞാൻ മാറിയത്, ഖുർആനിൽ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ച ആയത്ത് ഇതാണ് എന്ന് പറയാൻ മാത്രം നമുക്ക് ഖുർആനുമായി ബന്ധമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ഖുർആനിന്റെ കാര്യത്തിൽ വരുത്തിയ വലിയ മാറ്റമാണ്. എത്ര കാലമായി നമ്മൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നു. നമ്മളെ മുന്നിൽ ഖുർആനുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകളുണ്ട്, ദർസുകളുണ്ട്. നമ്മൾ ഖുർആൻ അത് പഠിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, വലിയ സ്വാധീനങ്ങൾ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഇനിയും എത്ര കാലം ഈ ഒരു അശ്രദ്ധയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങും? ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. ഖുർആനിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കണം. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്. സ്വഹാബികൾ ഈ വിഷയത്തിൽ നമുക്ക് ഉത്തമ മാതൃകയാണ്. ഖുർആൻ എത്രത്തോളം അവർ ജീവിതത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുക. അദ്ദേഹം ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞു. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത് ഖുർആനിലെ ഒരു ആയത്ത് ചിന്തിച്ചിട്ടാണ്. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവരപ്പെടാത്തവരായി ആരും തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ല. പിന്നീട് നരകത്തിന്റെ അരികിൽ കൊണ്ടുവരപ്പെടുന്നതിന് ശേഷമാണ് പിന്നീട് ളാലിമീങ്ങളെ നരകത്തിലിടുകയും അവിടെ നിന്നാണ് മുഅ്മിനീങ്ങളെ രക്ഷിക്കുകയും ചെയ്യുക. ഈ ആയത്ത് കേട്ടപ്പോൾ സഹാബി കരഞ്ഞു. ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഭാര്യയുടെ മടിയിൽ കിടക്കുമ്പോഴാണ് സഹാബി ചിന്തിച്ചത് ഖുർആനിലെ ആയത്താണ്. ആ ഖുർആനിലെ ആയത്ത് അദ്ദേഹം ചിന്തിക്കുകയും അദ്ദേഹത്തിന് കരച്ചിൽ വരികയും ചെയ്തു. നരകത്തിന്റെ അരികിൽ എത്തിപ്പെടുമല്ലോ എന്ന പേടി ഖുർആനിന്റെ ആയത്ത് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായി. സഹോദരങ്ങൾ, ആത്മാർത്ഥമായി ചിന്തിക്കുക, എത്ര ആയത്തുകളാണ് നമ്മൾ നരകത്തിനെ കുറിച്ച് ഖുർആനിൽ നിന്ന് കേൾക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ഖുർആനിലെ ആയത്ത് നരകത്തിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട് ഇതുപോലൊരു പേടി, ആ പേടി കാരണം ഒരു കണ്ണീര് നമ്മുടെ കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. സലഫു സാലിഹീങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരുപാട് കാണാൻ സാധിക്കും. ഒരുപാട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. എത്രയാണ് നമ്മൾ ഇമാം ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മൾ കേൾക്കുന്നു. പരിചയമുള്ള സൂറത്തുകൾ, സൂറത്തുൽ ഫാത്തിഹ, ചെറിയ ചെറിയ സൂറത്തുകൾ ഇമാം ഓതുന്ന നമ്മൾ കേൾക്കുന്നു. പക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം അറിയില്ല, അർത്ഥം ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ചിന്തിക്കണമെങ്കിൽ അർത്ഥം അറിയണമല്ലോ. നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാത്തതിന്റെ കുറവാണ്. നമ്മൾ പഠിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിയില്ല എങ്കിൽ, നമ്മൾ നിരന്തരം കേൾക്കുന്ന ചെറിയ സൂറത്തുകളുടെ അർത്ഥം നമുക്ക് അറിയുന്നില്ല എങ്കിൽ നമ്മൾ വരുത്തിയിട്ടുള്ളത് വലിയ കുറവാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നമ്മൾ ദുനിയാവിൽ ഒരുപാട് കാലമായി ജീവിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ കലാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ
അത് ചിന്തിക്കാനും മനസ്സിലാക്കാനും അറിയാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ വലിയ കുറവാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഖുർആനിന്റെ അഹ്ലുകാരാകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഖുർആന്റെ അഹ്ലുകാരാകാൻ ഖുർആന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക, ഖുർആൻ പഠിക്കുക, ഖുർആൻ ചിന്തിക്കുക, ഖുർആൻ അമൽ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ അഹ്ലുകാരാകുക. ഖുർആനിന്റെ അഹ്ലുകാർ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാകുവാൻ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وهذا والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.